രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനുള്ള പ്രധാന കാരണം നിയമത്തിലെ പഴുതുകളും ദുർബലതയുമാണ്. മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ വധശിക്ഷ കിട്ടേണ്ടിയിരുന്ന കേസുകളിൽ ഇന്ത്യയിൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സംഭവങ്ങൾ നിരവധി നമ്മൾ കണ്ടു. കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചാലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും രാഷ്ട്രപതിയുടെ ദയാഹർജിയുമൊക്കെ രക്ഷപ്പെടാനുള്ള വഴികളായി കുറ്റവാളികളുടെ മുന്നിലുണ്ട്. കരമൊടുക്കിയ 2 രസീതും കുറച്ച് പണവുമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധാരണ കുറ്റവാളികൾക്കുമുണ്ട്. സ്വന്തം വീടിനെയാണ് ഒരാൾ ഏറ്റവും സുരക്ഷിതമായി കാണുന്നത്. ഒരു മുൻ പരിചയവുമില്ലാത്ത ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുടുംബാംഗങ്ങളെയടക്കം അതിക്രൂരമായി കൊലപ്പെടുത്തി കവർച്ച ചെയ്യുന്നവരോടും മനുഷ്യത്വം കാണിക്കുന്ന നിയമ സംവിധാനമാണ് നമ്മുടേത്. വധശിക്ഷ പ്രാകൃതമാണെന്ന് മുറവിളി കൂട്ടുന്നവർ കൊല്ലപ്പെടുന്നവൻ്റെ ജീവനെയും ജീവിതത്തെയും കുറിച്ച് ഓർക്കുന്നില്ല. ഭാര്യയെയും 4 മക്കളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുക, അതിലൊരു മകളെ മാനഭംഗപ്പെടുത്തുക. കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ സംഭവം നടന്നത് നമ്മുടെ കേരളത്തിലാണ്. കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ആ കൊലയാളിയെ രാജ്യത്തെ പരമോന്നത നീതിപീഠം തൂക്കുകയറിൽ നിന്നൊഴിവാക്കി. ജീവിതാന്ത്യം വരെ ജയിലിൽ കഴിയണമെന്നാണ് വിധിയെങ്കിലും കുറച്ചുകാലം കഴിയുമ്പോൾ ഒരുപക്ഷെ ശിക്ഷാ ഇളവ് കിട്ടി അയാൾ പുറത്തു വന്നേക്കാം. 2023 ഏപ്രിൽ വരെ കേരളത്തിൽ കഴുമരം കാത്തുകിടന്നവരുടെ പട്ടികയിൽ റെജികുമാറും ഉണ്ടായിരുന്നു. 2023 ഏപ്രിലിൽ അയാളുടെ ആയുർരേഖ സുപ്രീം കോടതി നീട്ടിക്കൊടുത്തു. ആരാണ് റെജികുമാർ? എന്തിനാണ് അയാൾക്ക് വധശിക്ഷ കിട്ടിയത്? 17 കൊല്ലങ്ങൾക്ക് മുൻപ് 2008 കേരളം ഞെട്ടിയ ഒരു കൂട്ടക്കൊല നടന്നു. കൃത്യമായി പറഞ്ഞാൽ 2018 ജൂലൈ 8-നും 22-നും ഇടയിലായിരുന്നു ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത്. കൊല്ലപ്പെട്ടത് റെജികുമാറിൻ്റെ ഭാര്യ ലിസി എന്ന 38-കാരിയും മക്കളായ അമലു, അമൽ, അമല്യ, അമന്യ എന്നിവരും. അമലുവിന് 12-ഉം അമലിന് 10-ഉം അമല്യയ്ക്ക് 8-ഉം അമന്യയ്ക്ക് 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇവരെ കൊലപ്പെടുത്തിയതാകട്ടെ ഗൃഹനാഥനായ റെജികുമാറും. ലിസിയുടെ ജഡം കണ്ടെത്തിയത് സെപ്റ്റിക് ടാങ്കിലായിരുന്നു. അമലിൻ്റെയും അമന്യയുടെയും ജഡങ്ങൾ വീടിനടുത്തുള്ള പൊന്തക്കാട്ടിലും അമല്യയുടെയും അമന്യയുടെയും മൃതദേഹങ്ങൾ വീടിനുള്ളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. എന്നാൽ റെജികുമാറിനെ കണ്ടെത്താനായില്ല. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കോട്ടയത്ത് നിന്ന് റെജികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. കൊലപാതകത്തിന് മുൻപ് മൂത്ത മകളായ വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള അമലുവിനെ റെജികുമാർ ബലാത്സംഗം ചെയ്തതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. ആമയൂരിൽ സിദ്ദിഖിൻ്റെ റബ്ബർ തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു റെജികുമാർ. സിദ്ദിഖിൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു ഈ റെജികുമാർ. പാലായിൽ പോയി മക്കളെയും കൂട്ടി വരാമെന്നായിരുന്നു റെജികുമാർ സിദ്ദീഖിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് അയാൾ 2-3 ദിവസം മുൻപ് ആമയൂരിൽ നിന്ന് പാലായിലേക്കെന്ന് പറഞ്ഞു പോയത്. ഈ വാടക വീടിൻ്റെ മുൻവാതിൽ താഴിട്ടാണ് പൂട്ടുന്നത്. 2-3 ദിവസം താഴ് വാതിലിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ സിദ്ദീഖും ഭാര്യയും കരുതിയിരുന്നത് റെജികുമാർ മടങ്ങി എത്തിയിട്ടില്ല എന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം സിദ്ദീഖിൻ്റെ ഭാര്യ വന്നപ്പോൾ വീടിൻ്റെ മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നു. ഇതാണ് സംശയമുണ്ടാക്കിയത്. അവർ റബ്ബർ തോട്ടത്തിലും പരിസരത്തുമൊക്കെ റെജികുമാറിനെ അന്വേഷിച്ചു. അങ്ങനെ സിദ്ദിഖ് ഏണി ചാരി മേൽക്കൂരയിൽ കയറി ഓടിളക്കി വീടിനുള്ളിലേക്ക് കയറി. അപ്പോഴാണ് കുട്ടികൾ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടത്. അതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആദ്യം കരുതിയത് കടബാധ്യത കാരണം ഈ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു എന്നതാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു റെജികുമാറും ലിസിയും. 2 പേരും വിദ്യാസമ്പന്നരായിരുന്നു. ബിരുദവും PG ഡിപ്ലോമയും ഉണ്ടായിരുന്നു റെജികുമാറിന്. ചുണ്ടത്തൊഴി തറവാട്ടുവക വാടക വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ഓട്ടോറിക്ഷ ഓടിച്ചും കൂലിവേല ചെയ്തും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുമായിരുന്നു റെജികുമാർ കുടുംബം പുലർത്തിയിരുന്നത്. കമ്പനിപ്പറമ്പ് കോളനിയിലെ കുട്ടികൾക്ക് ലിസി ട്യൂഷൻ എടുത്തിരുന്നു. പത്രത്തിൽ ഒരു പരസ്യം കണ്ട് റബ്ബർ ടാപ്പിങ്ങിനായിരുന്നു ഇവർ പാലായിലെ ആ വാടക വീട്ടിൽ നിന്ന് പട്ടാമ്പിയിലെ ആമയൂരിലെത്തിയത്. ആമയൂരിൽ സിദ്ദിഖ് എന്നയാളുടെ റബ്ബർ തോട്ടത്തിൽ അയാൾക്ക് ജോലി കിട്ടി. അമലും അമന്യയും ഇവരോടൊപ്പം തന്നെയായിരുന്നു താമസം. അമലുവും അമല്യയും പാല രാമപുരം സെൻറ്റ് ജോസഫ് സ്കൂൾ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ റെജികുമാറും ലിസിയും തമ്മിൽ നല്ല സ്നേഹത്തിലുമായിരുന്നു. എന്നാൽ ആമയൂരിലെത്തിയതോടെ ആ ബന്ധത്തിൽ വിള്ളലുണ്ടായി. റെജികുമാർ അയൽപക്കത്തുള്ള ഒരു സ്ത്രീയുമായി അടുത്തു. റെജികുമാർ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. എന്നാൽ ലിസി ഇതിന് തടസ്സം നിന്നു. ഇത് റെജികുമാറിനെ രോഷാകുലനാക്കി. ഭാര്യയും മക്കളും ജീവിച്ചിരിക്കുന്നത് തനിക്ക് കാമുകിയുമായി ജീവിക്കാൻ തടസ്സമാകുമെന്ന് അയാൾ കണക്കുകൂട്ടി. അതോടെയാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ കൊടും ക്രൂരകൃത്യം ചെയ്യാൻ അയാൾ തീരുമാനിച്ചത്. 2008 ജൂലൈ 8-ാം തീയതി രാത്രി ലിസിയുടെ കഴുത്തിൽ തോർത്തുമുണ്ട് മുറുക്കി അവരെ കൊലപ്പെടുത്തി. പിന്നീട് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളി. പിറ്റേ ദിവസം അമലിനെയും അമന്യയെയും കൊലപ്പെടുത്തി. അവരുടെ മൃതദേഹങ്ങൾ അടുത്തുള്ള പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു.
അതിനുശേഷം അയാൾ സ്വന്തം നാടായ പാലായിലേക്ക് പോയി. അവിടെ ചെന്ന് തൻ്റെ അമ്മ മരിച്ചെന്ന് നുണ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് അമലുവിനെയും അമല്യയെയും കൂട്ടിക്കൊണ്ട് ആമയൂരിലേക്ക് വന്നു. അവിടെ എത്തിയതിനു ശേഷമാണ് ഇവരെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുന്നതിന് മുൻപ് ആ നരാധമൻ മൂത്ത മകളായ അമലുവിനെ മാനഭംഗപ്പെടുത്തി. പട്ടാമ്പി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കേസന്വേഷണം നടന്നു. 89-ാം ദിവസം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 44 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. 72 രേഖകളും ഹാജരാക്കി. ഭർത്താവ് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും സ്വന്തം മകളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് ഈ കേസിനെ അപൂർവമായ കേസായി കണക്കാക്കണമെന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ടൈറ്റസ് ഡൊമിനിക്കിൻ്റെ വാദം. 3 തവണകളായിട്ടാണ് റജികുമാർ ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. കാമുകിയോടൊപ്പം ജീവിക്കുന്നതിന് ഭാര്യയും മക്കളും തടസ്സമായതുകൊണ്ടാണ് റജികുമാർ ഈ അരുംകൊലകൾ നടത്തിയതെന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു എല്ലാവരെയും കൊലപ്പെടുത്തിയത്. പൈശാചികമായ കൊലപാതകങ്ങളാണ് റജികുമാർ നടത്തിയതെന്നും അപൂർവമായ കേസാണ് ഇതെന്നുമായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെ 2009-ൽ റജികുമാറിന് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി നടരാജൻ വധശിക്ഷ വിധിച്ചു. പ്രതിക്കെതിരെ ചുമത്തിയത് ലൈംഗിക പീഡനം, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളായിരുന്നു. വധശിക്ഷയ്ക്ക് പുറമെ 17 വർഷത്തെ തടവിനും കോടതി ഇയാളെ ശിക്ഷിച്ചു. ശിക്ഷാവിധി കേട്ടിട്ടും റജികുമാറിന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. പശ്ചാത്താപത്തിൻ്റെ കണിക പോലുമില്ലായിരുന്നു അയാളുടെ മുഖത്ത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ താൻ നിരപരാധിയാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. റജികുമാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ 2014-ൽ ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 2023-ൽ റജികുമാർ അപ്പീലുമായി സുപ്രീം കോടതിയിലെത്തി. ഹൈക്കോടതിയുടെ വിധി തെറ്റായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്നുമായിരുന്നു റജികുമാറിൻ്റെ വാദം. സംഭവത്തിൽ ഒരു ദൃക്സാക്ഷി പോലും ഇല്ലെന്നും കേസന്വേഷണത്തിൽ പോലീസിൻ്റെ കണ്ടെത്തലുകൾ പലതും തെറ്റാണെന്നും ആ തെറ്റായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തനിക്ക് തൂക്കുകയർ വിധിച്ചതെന്നും അയാൾ ഹർജിയിൽ വാദിച്ചു. വധശിക്ഷ നൽകുന്നത് അപൂർവമായ കേസുകളിൽ മാത്രമാണെന്ന് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളിൽ പറയുന്നുണ്ടെന്നും പ്രതിക്ക് മാനസാന്തരത്തിനുള്ള സാധ്യത പോലും കണക്കിലെടുക്കാതെയാണ് ഹൈക്കോടതിയും വിചാരണ കോടതിയും ശിക്ഷ വിധിച്ചത് എന്നുമായിരുന്നു റജികുമാറിന് വേണ്ടി സമർപ്പിച്ച ഹർജിയിൽ അയാളുടെ അഭിഭാഷകനായ മുകുന്ദ് പി ഉണ്ണി പറഞ്ഞിരുന്നത്. റജികുമാറിന് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകനായ ശേഖർ നാഫഡെയും മുകുന്ദ് പി ഉണ്ണിയും സാക്ഷി ജെയിനുമായിരുന്നു. അങ്ങനെ റജികുമാറിൻ്റെ വധശിക്ഷ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തു. 2 മാസത്തിനുള്ളിൽ ഇയാളുടെ മാനസിക നില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. സംരക്ഷിക്കപ്പെടേണ്ടവൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടുക, ജന്മം നൽകിയ മകളെ മാനഭംഗപ്പെടുത്തുക, ഭാര്യയുടെയും 4 കുഞ്ഞുങ്ങളുടെയും കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി അവർ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ കണ്ടുനിന്ന റജികുമാറിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കാം. ഒരു നിമിഷം പോലും അയാളുടെ മനസ്സ് പതറിയിട്ടുണ്ടാവില്ല എന്നുറപ്പാണ്. ദയയുടെ കണികയെങ്കിലും ആ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇതിനകം അയാൾ ജീവനൊടുക്കുമായിരുന്നു. തൻ്റെ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് ഒരിക്കലും അയാൾ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ എത്തില്ലായിരുന്നു.